ഭീതിയുടെ നിഴലിൽ ജീവിക്കേണ്ട അവസ്ഥയിലാണ് മലപ്പുറം പുറത്തൂർ പഞ്ചായത്തിലെ മുരുക്കുമാട് ദ്വീപ് നിവാസികൾ. ഒരു വശത്ത് ദിനം പ്രതി പുഴ കരകവർന്നെടുക്കുമ്പോൾ മറുവശത്ത് കുടിവെള്ളത്തിനായി വലയുകയാണ് ഇവിടെ ജീവിക്കുന്ന 100-ലേറെ വരുന്ന കുടുംബങ്ങൾ. കാഴ്ചക്കാർക്ക് പ്രകൃതി ഭംഗി തുളുമ്പുന്ന മനോഹരമായൊരു പച്ചത്തുരുത്താണ് പുറത്തൂർ പഞ്ചായത്തിലെ മുരുക്കുമാട് ദ്വീപ്. എന്നാൽ ഈ സുന്ദരമായ ദ്വീപിനുള്ളിൽ ജീവിക്കുന്നവർ ഇപ്പോൾ ഭയത്തിന്റെ നിഴലിലാണ്. തിരൂർ പൊന്നാനിപ്പുഴ ഓരോ ദിവസവും കരകളെ വിഴുങ്ങുന്നതാണ് ഇവരെ ഭയപ്പെടുത്തുന്നത്. സംരക്ഷണ ഭിത്തിയില്ലാത്തതിനാൽ പുഴയുടെ ശക്തമായ ഒഴുക്കിൽ ഇവിടുത്തെ മണ്ണും മനുഷ്യരുടെ അധ്വാനവും ഇല്ലാതാവുകയാണ്. കൺമുന്നിൽ സ്വന്തം ഭൂമി പുഴയെടുക്കുന്നത് നിസ്സഹായരായി നോക്കി നിൽക്കാനേ ഇവർക്കാവുന്നുള്ളൂ. നല്ല ഉയരത്തിൽ ഇവിടെ നിന്നിരുന്നാണ് ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ. ഇപ്പോഴാണ് ആകെ ഇടിഞ്ഞ് പൊളിഞ്ഞ് ആകെ പോണത്. ആ ഭാഗത്ത് നല്ല ഇടിഞ്ഞു പോയിട്ട് എത്രപ്പോരം സ്ഥലങ്ങളാണ് പോയിക്കുന്നത്. ആ ഭാഗത്തൊക്കെ പുഴയോട് വക്കത്തുള്ള ആൾക്കാർക്കൊക്കെ നല്ല പ്രശ്നമാണ്. ഓരോരോ വീടുകളൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് പോവാൻ നിൽക്കുകയാണ്. ഈ ഭാഗത്ത് കരിങ്കല്ലുള്ള കാരണം കുറച്ചൊരു ഇതുണ്ട്. എന്നാലും നല്ല ആ കരിങ്കല്ലൊക്കെ പുഴയിലാണ് കിടക്കുന്നത്. അപ്പുറം വന്നിട്ട് ഇങ്ങോട്ട് ഇടിഞ്ഞു പോയിക്കുക. നിരവധി പേരുടെ ഭൂമിയാണ് തീരമിടിഞ്ഞ് നഷ്ടമായത്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ച കോൺക്രീറ്റ് പാലം തകർന്നതോടെ നാട്ടുകാർ സ്വന്തം ചെലവിൽ കെട്ടിയുണ്ടാക്കിയ താൽക്കാലിക റോഡും ഇപ്പോൾ പുഴയെടുക്കുന്ന അവസ്ഥയിലാണ്. ഈ ദുരിതങ്ങൾക്കിടയിലേക്കാണ് കുടിവെള്ളക്ഷാമവും ഇവരെ വേട്ടയാടുന്നത്. 4-5 ദിവസം കൂടുമ്പോഴേ വെള്ളം ഇങ്ങനെ വരണുള്ളൂ. അങ്ങനെ വെള്ളത്തിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഇനി വരാൻ പോണ കാലഘട്ടങ്ങളിലൊക്കെ ഇനി വെള്ളം കിട്ടുമെന്ന് സംശയമാണ്. ഈ ഭാഗങ്ങൾ അത് മര്യാദയ്ക്ക് വെള്ളം മര്യാദയ്ക്ക് സ്പീഡ് ഉണ്ടാവില്ല. തുള്ളി വെച്ചാൽ വരും. ചില വീട്ടിൽ വെള്ളം കിട്ടില്ല. ചിലയിടത്ത് ഇങ്ങനെ കുറേശ്ശെ കിട്ടും. വർഷകാലത്ത് കുറച്ച് 2-3 മാസം മഴ ചെയ്ത വെള്ളം നിൽക്കും. പിന്നെ ആയി കഴിഞ്ഞാൽ വേനലായി കഴിഞ്ഞാൽ ഒപ്പാവും. തീരശോഷണം കാരണം കിണറുകളിലെല്ലാം ഉപ്പുവെള്ളം കയറി ഉപയോഗശൂന്യമായി മാറി. അധികാരത്തിലേറിയ പുതിയ സർക്കാരെങ്കിലും തങ്ങളുടെ ദുരിതത്തിന് അറുതി വരുത്തുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. അമൃത ന്യൂസ്, മലപ്പുറം.